ഇറാൻ ഇസ്രായേലിനു വേണ്ടി കരാറുണ്ടാക്കണമെന്ന് നെതന്യാഹു അമേരിക്കയോട് ആവശ്യപ്പെട്ടു. നേരിട്ടുള്ള ഒരു കരാർ വ്യവസ്ഥ അല്ലെങ്കിലും ഇസ്രായേലിൻ്റെ നയനിലപാടുകൾ പൂർണ്ണമായി അംഗീകരിക്കുന്ന തരത്തിലൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തങ്ങളുടെ രാജ്യം നിലനിൽപ്പിന് വേണ്ടി ഭീഷണിയാകും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ആവാമെന്നും ആ വിഷയത്തിൽ ഊന്നിരിക്കുന്ന ഈ ചർച്ചകളാണ് അമേരിക്കയും ഇറാനും ആരംഭിച്ചത്. അതോടൊപ്പം രണ്ട് കാര്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അത് ചർച്ചയ്ക്ക് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറല്ലെന്ന് ഇറാൻ പറയുകയും ചെയ്തു. അതോടെ അത് മാറ്റി നിർത്തിയിട്ടുള്ള ചർച്ചയാണ് നടത്തിയത്. അത് സ്വീകാര്യമല്ലെന്നും യഥാർത്ഥത്തിൽ ഇറാനുമായിട്ട് ഒരു ചർച്ചയല്ല വേണ്ടത്, അവരുടെ സൈനികപരമായിരിക്കുന്ന ബലക്ഷയം ഉണ്ടാക്കാനുള്ള യുദ്ധമാണ് വേണ്ടത് എന്ന കാര്യം അദ്ദേഹം ആവർത്തിച്ചു. ഇപ്പം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഇനി സമാധാന ചർച്ചയെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ അത് ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ടാവണം. അഥവാ ആയുധ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ബാലിസ്റ്റിക് മിസൈലിൻ്റെ നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പൂർണ്ണമായിരിക്കുന്ന വിരാമം ഇറാൻ നടത്തുന്ന രീതിയിലായിരിക്കണം ചർച്ച മുന്നോട്ട് പോകേണ്ടത്. അത് മാത്രമേ തങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തൂ എന്നുള്ളത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വിഷയം നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ന്യൂയോർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അത് റൂട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം സഞ്ചരിക്കുന്ന റൂട്ട് പാത ഏത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. കാര്യം പല രാജ്യങ്ങളുടെ ആകാശപാതയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് നെതന്യാഹു എന്നതിനാൽ തടയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തടയപ്പെട്ടതിൻ്റെ മേഖലയിലൂടെ യാത്ര പോകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ നിലനിൽക്കുന്നു എന്നതിനാൽ ഇപ്പോൾ റൂട്ട് പാതകൾ പറയാത്ത രീതിയിൽ അല്ലെങ്കിൽ അത് വെളിവാക്കാത്ത രീതിയിലാണ് യാത്ര ചെയ്യാൻ സാധ്യതയുള്ളത് എന്നും വിലയിരുത്തുകയാണ്. 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം മാത്രമാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആകെ അമേരിക്ക ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി സന്ദർശിച്ചു. സാധാരണഗതിയിൽ 2 മാസം കൂടുന്ന സമയത്തെങ്കിലും അമേരിക്ക സന്ദർശിക്കാറുള്ള പ്രധാനമന്ത്രി പാലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഏറെക്കുറെ 3 പ്രാവശ്യം മാത്രമാണ് സന്ദർശനം നടത്തിയത്. ഇത് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് പിന്നീട് അതേക്കുറിച്ചുള്ള നിരീക്ഷണ വിലയിരുത്തലും പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ സൈനികമായിരിക്കുന്ന ഫലം അത് അമേരിക്കയെയും ഭയപ്പെടുത്തുന്ന കാര്യമാണ്. എന്നാൽ ഒരു കർക്കശമായിരിക്കുന്ന ഒരു നിലപാട് ഈ കാര്യത്തിൽ എടുക്കാൻ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കും പ്രയാസമുണ്ട്. അപ്പോൾ അതവർ പറയുകയും ചെയ്തു. ഞങ്ങൾ വളരെ കൃത്യതയോട് കൂടിയിട്ട് ഒരു നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രയാസവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആയതിനാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഏറെക്കുറെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി മാത്രം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് തരത്തിലാണ് ഇങ്ങനെ കൈകാര്യം ചെയ്യുക എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായിരിക്കുന്ന ഒരു മറുപടി ഒന്നും ഇപ്പോഴും നിലവിൽ വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് നമ്മൾക്ക് ഇറാനെ വിശ്വസിക്കാൻ പറ്റുക? ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റില്ല. അവരുടെ ആയുധത്തെക്കുറിച്ചോ അവരുടെ സാങ്കേതിക സംവിധാനത്തെക്കുറിച്ചോ ഉള്ള ഒരു അറിവ് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് പോലും സാധിക്കുകയും ചെയ്യുന്നില്ല. എപ്പോഴും അമേരിക്ക സംസാരിക്കാറുള്ളത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. അഥവാ അമേരിക്കയുടെ സൈനിക ബേസുകൾ അറേബ്യൻ രാജ്യങ്ങളിലുണ്ട്, അത് ആക്രമിക്കാൻ പാടില്ല, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയമുണ്ടാവുകയാണെങ്കിൽ അത് സാരമായിട്ട് ബാധിക്കും എന്നതിലൂന്നിയ കാര്യമാണ്. അതിനപ്പുറം ഇസ്രായേലിൻ്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ആധിപത്യം സ്ഥാപിക്കുന്നത് ഭാവിയിൽ തങ്ങൾക്കുണ്ടാകുന്ന ഭീഷണി കണക്കിലെടുത്തുകൊണ്ട് ആ തരത്തിൽ മറ്റൊരു രൂപത്തിലേക്ക് ഈ ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ നീക്കണം എന്നുള്ളതാണ്. പ്രക്ഷോഭകാരികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അതേക്കുറിച്ചും ഇസ്രായേൽ പരാമർശിക്കുന്നുണ്ട്. പ്രക്ഷോഭകാരികൾ അവരെ മോചിപ്പിക്കേണ്ട അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. രാജ്യത്ത് ജനാധിപത്യപരമായിരിക്കുന്ന പ്രക്ഷോഭം നടത്തിയവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലും ഇടപെടൽ നടത്തണം. അതിന് പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ മറ്റ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്ന കാര്യം ഇങ്ങനെയാണ്: ഇസ്രായേലിൻ്റെ മൊസാദ് ചാരന്മാർ ഈ സംഘത്തിലുണ്ട് എന്നാണ്. 100-ലധികം ചാരന്മാർ ഈ സംഘത്തിലുണ്ട്. അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ ഭാവിയിൽ അത് മൊസാദ് എന്ന് പറയുന്ന സംവിധാനത്തെ തന്നെ സാരമായിട്ട് ബാധിക്കും. ഈ ചർച്ചയോടനുബന്ധിച്ച് തന്നെ അമേരിക്ക നേരിട്ട് കൊണ്ട് അറേബ്യൻ രാജ്യങ്ങളെ പ്രത്യേകമായ രീതിയിൽ പുതിയൊരു ചർച്ചയ്ക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അമേരിക്കയുടെ പ്രതിനിധി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രഹസ്യമായ രീതിയിൽ അറേബ്യയിൽ ചർച്ച നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു. അവർ പറയുന്നത്
ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങളുമായിട്ട് സഹകരിക്കണം എന്നുള്ളതാണ്. ആ സഹകരണം ഭാവിയിൽ നിങ്ങൾക്ക് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ രീതിയിലുള്ള സഹായം തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് അവർ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് എത്രത്തോളം ഗുണകരമാണ്, എത്രത്തോളം പ്രതീക്ഷയ്ക്ക് വക ഉള്ളതാണ് എന്നതിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അതിൻ്റെ കാര്യം തന്നെ പറയുന്നത്, പ്രത്യേകമായ രീതിയിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇറാനെതിരെയുള്ള നിലപാടിനോടൊപ്പം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് അത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യമാണ്. അതിൻ്റെ കാര്യം, ഖത്തറിനെ അമേരിക്ക ആക്രമിച്ചതോടുകൂടി അറബ് രാജ്യങ്ങൾക്ക് ഏത് തരത്തിലുള്ള സുരക്ഷയാണ് ഏർപ്പെടുത്തുക എന്നതിൽ വലിയ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു. തങ്ങളാരും സുരക്ഷിതരല്ല എന്നുള്ളത് മുമ്പ് ഇബ്രാഹിം റൈസി, ഇറാൻ്റെ പ്രസിഡന്റ്, പറഞ്ഞത് യാഥാർത്ഥ്യമാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ ഇറാനെ പിണക്കുക എന്നുള്ളത് ഭാവിയിൽ വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അറേബ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതിനു മുൻപ് പറഞ്ഞതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞിരുന്നു. മുൻപ് പറഞ്ഞത്, അതായത് ഇസ്രായേൽ ഇറാൻ യുദ്ധമുണ്ടായ സമയത്ത് അറേബ്യൻ രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം, തങ്ങളുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരിക്കൽ പോലും ഇറാനെ ആക്രമിക്കരുത്, തങ്ങളത് അനുവദിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ ആ കഴിഞ്ഞ പ്രാവശ്യം ജപ്പാനിലെ അമേരിക്കയുടെ എയർബേസിൽ നിന്നാണ് ആക്രമണം നടന്നത് എന്നതിനാൽ അറേബ്യൻ രാജ്യങ്ങൾ പറഞ്ഞത് ഏറെക്കുറെ അമേരിക്ക പാലിച്ചിട്ടുണ്ട്. എന്നാൽ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നേരെ വ്യത്യസ്തമാണ് ഉണ്ടായത്. അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ പറഞ്ഞ വാക്ക് ഇറാൻ പാലിച്ചു. ഇപ്പോൾ ഇറാൻ പറയുന്ന മറ്റൊരു വാക്കും ഇതേ രീതിയിൽ തന്നെ കഠിനമായിരിക്കുന്ന കാര്യമാണ്. അത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഏത് തരത്തിൽ അമേരിക്ക ആക്രമിച്ചാലും അതിന് തിരിച്ചടി അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ നൽകും എന്നവർ പറഞ്ഞു വെക്കുന്നു. അത് വലിയ രീതിയിലുള്ള വിഷയമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ബേസുകൾ എണ്ണി തന്നെ പറഞ്ഞത് അറേബ്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഖത്തറിൻ്റെയും UAEയുടെയും ബഹ്റൈൻ്റെയും കുവൈത്തിൻ്റെയും ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ ആക്രമിക്കും. ആകെ ബേസ് ഇല്ലാത്തത്, സ്ഥിരമായിരിക്കുന്ന ബേസ് ഇല്ലാത്തത് എന്ന് പറയുന്നത് സൗദി അറേബ്യയിലും ഒമാനുമാണ്. ഒമാൻ്റെയും സൗദി അറേബ്യൻ്റെയും പേര് അവർ പരാമർശിച്ചിട്ടുമില്ല. ഈ 4 ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കും എന്ന് പറഞ്ഞാൽ അവിടെയുള്ള അമേരിക്കയുടെ സൈനികർ സുരക്ഷിതരല്ല എന്ന് അവിടെ വ്യക്തമാവുകയാണ് എന്നതാണ് അമേരിക്ക ഭയപ്പെടുത്തുന്ന കാര്യം. 3 കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്നവർ പറയുന്നു. അഥവാ ഒന്ന് അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട്, രണ്ടാമത്തത് അവർ പറയുന്ന കാര്യം ഇസ്രായേലിനെ കേന്ദ്രീകൃതമായിരിക്കുന്ന ശത്രുവായിട്ട് കണ്ട് ആക്രമിക്കും. മൂന്നാമത്തത് ഇപ്പോൾ അറേബ്യൻ കടലിൽ നങ്കൂരം വിട്ടിരിക്കുന്ന അമേരിക്കയുടെ യുദ്ധക്കപ്പലായ അബ്രഹാം ലിങ്കൺ കപ്പലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കും. 3 മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളത് വളരെ കൃത്യതയോടുകൂടി തന്നെ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇത് 3ഉം അമേരിക്കക്ക് വെല്ലുവിളിയാണ്, അമേരിക്കക്ക് വലിയ രീതിയിലുള്ള ഭീഷണിയാണ്. അപ്പോൾ ഏത് തരത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഏകാഭിപ്രായം അമേരിക്കക്കിടയിൽ തന്നെ വന്നിട്ടില്ല. അവർ വളരെ കൃത്യതയോടുകൂടി പറയുന്ന ഒരു കാര്യമുണ്ട്: നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇറാൻ വളരെ പെട്ടെന്ന് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പരമാവധി ഈ ഇറാൻ്റെ ചുറ്റുഭാഗം എന്ന തരത്തിൽ തന്നെ കപ്പലുകൾ വളഞ്ഞിരിക്കുന്നു, സൈനികർ സജ്ജരായിരിക്കുന്നു, യുദ്ധവിമാനങ്ങളുണ്ട്, യുദ്ധക്കപ്പലുകളുണ്ട്, പടക്കോപ്പുകളുണ്ട്, സംവിധാന കാര്യങ്ങളുണ്ട്. വേണമെങ്കിൽ തെഹ്റാനിലേക്ക് ഇറങ്ങാൻ പാകത്തിൽ 20,000-ലധികം സൈനികർ തയ്യാറായിരിക്കുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ തിരിച്ചടിയെ പ്രതിരോധിക്കുക എങ്ങനെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഏകാഭിപ്രായം ഉണ്ടായിട്ടില്ല. അവരുടെ ഭാഗത്ത് തീർച്ചയായിട്ടും ശക്തമായിരിക്കും തിരിച്ചടി ഉണ്ടാകും. അത് എത്രത്തോളം നാശമുണ്ടാക്കാൻ സാധിക്കും എന്നത് ഇപ്പോഴും ഒരു അജ്ഞാതമാണ്, വളരെ കൃത്യമല്ലാത്തതാണ്. അതിന് മുൻപത്തെ ഒരു രീതി അവർ അവലംബിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. അവർ തിരിച്ചടി മുൻപുണ്ടായത് അമേരിക്കയുടെ സൈനിക ബേസ് ആയിരിക്കുന്ന ഖത്തറിലെ അൽ ഹുദൈദ എയർബേസിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവരത് പറഞ്ഞിട്ടുണ്ട്, അവരത് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അത് ശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേൽ നേരെ അവർ 12 ദിവസം നടത്തിയിട്ടുണ്ട്. അതിൻ്റേതായിരിക്കുന്ന നാശങ്ങൾ ഇപ്പോഴും അവിടെ നിന്ന് മോചനം കിട്ടിയിട്ടുമില്ല എന്ന തരത്തിൽ ആ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ ആക്രമിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തത പറയാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതും അവരെ വല്ലാത്ത നിരാശയാക്കുകയാണ്.
അതുകൊണ്ടാണ് വീണ്ടും കുറച്ചുകൂടി ചർച്ചയാവാം, അല്ലെങ്കിൽ യുദ്ധമില്ലാത്ത ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കാം എന്ന തരത്തിലേക്ക് അമേരിക്ക മാറി ചിന്തിക്കുന്നത്. അതിനിടയിലാണ് ഇസ്രായേൽ അവരുടേതായിരിക്കുന്ന ചില നിലപാടുകൾ പറഞ്ഞത്. തങ്ങളുമായിട്ട് ചർച്ച വേണം, തങ്ങളുമായിട്ട് സംസാരിക്കണം, തങ്ങൾ ആണ് ഇതിലെ പ്രധാന കക്ഷി എന്നുള്ളത് പിന്നെ ഈ അമേരിക്ക പറയണം. ഈ തരത്തിൽ മറ്റൊരു തരത്തിലേക്കും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച പോകുന്നുണ്ട് എന്നുള്ളതും യഥാർത്ഥത്തിൽ അമേരിക്കയെ തന്നെ നിരാശപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്.